ഹായ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അടിപൊളി ഫുഡുകളാണ് കേട്ടോ. ഇന്നലത്തെ ഫുഡ് പോലെയല്ല, ഇന്ന് ഇങ്ങനെ മാറ്റി ദിവസങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടാണ് കേട്ടോ. തിരിച്ചും മറിച്ചുമായിട്ട് ഇങ്ങനെ പല ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഇന്നലെ കഴിച്ച ഫുഡല്ല ഇന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. ആശുമോൻക്കും ഇന്നമോക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം കേട്ടോ ഇവിടുത്തെ ഫുഡ്. രാവിലെ പാലിൽ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടുകൊണ്ട് കുടിക്കല്ലേ, അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമാണല്ലോ മക്കൾക്ക്. രാവിലെ ദോശ, നമ്മളിവിടെ ഉണ്ടാക്കല് ദോശ, വെള്ളപ്പം അങ്ങനെയൊക്കെ ആയിട്ടെല്ലാം ഉണ്ടാക്കല്. അപ്പോൾ വെറൈറ്റി ആയപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരും നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ റൂമിൽ ഞങ്ങൾ പോയിട്ടോ. എന്നിട്ട് മൂന്ന് ബാത്റൂം പോയേക്ക്. അപ്പൊ അവിടെ ഇല്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കാക്ക പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിയപ്പോ ഞാൻ മലയാളത്തിൽ അറിഞ്ഞാണ്. അപ്പൊ എന്താണ് വേറെ കാക്ക എന്നോട് പറയാണ് ഈ കാക്ക ഈ കുട്ടീനെ അങ്ങോട്ട് ആക്കി കടുത്താറിഞ്ഞ്. അപ്പൊ ഈ സ്റ്റെപ്പും കൂടി കയറുന്നു. അപ്പൊ കാറിന്റെ അടുത്ത് അങ്ങോട്ട് പോയി. അപ്പൊ അബ്ബാന്റെ അടുത്തേക്കല്ലേ ഞങ്ങൾ പറഞ്ഞു. കാക്ക പറഞ്ഞു അബ്ബാന്റെ അടുത്തേക്ക് വെക്കേണ്ടത് പറഞ്ഞു. ഞാൻ കയ്യൊക്കെ അപ്പൊ കൈ കഴിക്കാണ്ട് കാറിന്റെ അടുത്ത് പോയി. കാറിന്റെ അടുത്ത് വെക്കൂടെ? ഞാൻ പോയി. എന്നിട്ട് പിന്നെ ചെയ്ത് പോരെ? ശരി, അപ്പൊ ഞങ്ങള് പോയില്ലേ. അപ്പൊ കാക്ക അറിഞ്ഞ അബ്ബാന്റെ അടുത്തുണ്ട് പറഞ്ഞു. അല്ലെ പിന്നെ ഞങ്ങളൊപ്പം നിക്കണേ, നിക്കണില്ലല്ലോ. ഞാൻ കയ്യേക്കാൻ പോയതല്ലേ. ഇത് തിന്ന് അപ്പ അബ്ബാന്റെ പോകും. പിന്നെ എങ്ങനെ കയ്യേക്കാൻ പോയതല്ലേ. ഇപ്പൊ ഇവിടുന്ന് പോണ്ടേ? ഇവിടുത്തെ പാട്, ഇവിടുത്തെ സ്ഥിതി എന്താ? എന്ത് കുഴപ്പമില്ലാന്ന് പറയാ. ഇവിടുത്തെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാട്ടില്ല. ഇനി രാത്രിയോ? ഇനി രാത്രി മതി, ഇനി പോവാ. മടുത്തു. സിനിമക്കാ ഇവിടെ സിനിമ ഒന്നുമില്ല. ഇവിടെ ആരാ സിനിമ കാണുന്നു? ടിവിയിൽ കണ്ടില്ലേ? ടിവിയിലില്ലാന്നോ? ടിവിയിൽ കാർട്ടൂൺ കണ്ടില്ലേ? ഇത് വരീക്കും കാർട്ടൂൺ കാണുന്നല്ലേ നീല? ഇവിടെ ഈ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് കയറിന്റെ ശേഷം എന്ത് പറഞ്ഞ എന്നോട്? ഏതാ റൂമ്? അപ്പൊ എന്താ പറഞ്ഞ? ഉതിർക്കിയാണോ? ചെറിയതൊക്കെ മനസ്സിലാവും. എന്നിട്ട് വെല്ലടിച്ചേ? ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിക്കണം കേട്ടോ. അപ്പം ഫ്രഷ് ആയിക്കാണ്ട് പോകണം, അങ്ങനെ ഇരിക്കണം കേട്ടോ. എല്ലാം കൂടെ നമ്മൾ വീട്ടിൽ പോണ്ട. ഇന്നമ്മോക്ക് എപ്പോഴും മടുത്തിട്ടില്ല കേട്ടോ അവിടെ നിന്നിട്ട്. അപ്പം നമുക്ക് പോകാറുണ്ടപ്പോൾ തെറ്റി കിടക്കണം. ആശുമോള് ഫ്രഷായി ടി വി പിന്നെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. വേറെ എന്താ പണി? അപ്പം അങ്ങനെ ടി വി ഇരുന്ന് കാണുകയാണ്. പോവോളം ഇരുന്ന് കാണില്ല ഇറങ്ങാണ്ട് അങ്ങനെ ടി വി കാണാണ് കേട്ടോ. അപ്പം അങ്ങനെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ നാട്ടിൽ കണ്ട് നേരെ പോണത്. കാടൊന്നും മാണ്ടച്ചിട്ട് പോയി. ഇതെന്നെ തല നോക്കും.
അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് നമ്മൾ നിന്നിരുന്ന ഫ്ലാറ്റ് കേട്ടോ. അപ്പം അതൊന്ന് എടുത്തതാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടെ എന്താണ് ക്യാഷൊക്കെ കൊടുത്ത് റെഡിയാക്കാണ് കേട്ടോ. അഡ്വാൻസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്യാഷൊക്കെ കൊടുത്ത് റെഡിയാക്കിയപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഫ്ലാറ്റിൻ്റെ വീഡിയോ ഒരു ഒറ്റമനെ കണ്ടിട്ട് ഭയങ്കര ദുഃഖിതയായിരുന്നു കേട്ടോ. അപ്പൊ രണ്ടെണ്ണത്തിനെ കണ്ടപ്പോ സന്തോഷം ഇങ്ങോട്ട് എവിടുന്നാ പൊട്ടി മുളച്ചത് അറിയില്ല. എവിടെ രണ്ടെണ്ണോ? എന്നായാലും ഒന്നിനെങ്കിലും കണ്ടല്ലോ, സമാധാനായി. അതെന്ത് പുറത്താക്കി? ഉള്ളിൽ തുടക്കാൻ വേണ്ടിട്ട് എന്നെ പുറത്താക്കി. സാരില്ല, എനിക്കിട്ട് കയറാം, കുറച്ച് കഴിഞ്ഞിട്ട് കയറാം. മതി. അനക്കില്ലല്ലോ. കൗത്തിൽ വലിച്ചിട്ടാണ് കൗത്തിൽ വലിച്ചിട്ടാണ് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ നല്ല ട്രോളാണല്ലോ. അപ്പം അങ്ങനെ ട്രോളിൻ്റെ അവിടെ നിർത്തിയപ്പോൾ നല്ല അടിപൊളി ചെടികളിട്ട കടലാസും ബൊഗൈൻവില്ല, കടലാസ് കൊമ്പ് ചെടികൾ കണ്ടപ്പോൾ നല്ല അടിപൊളി. അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അവിടെ പോകുന്നിടത്ത് മുഴുവൻ തന്നെയാണ് കേട്ടോ ഈ കടലാസ് ചെടികൾ കൊണ്ട് വെച്ചേക്കാണ്. ഒരു ചുയിങ്കം കൊടുത്തതാണ് കേട്ടോ. ആ ചുയിങ്കം ഞാൻ തൊലിച്ചരാറിഞ്ഞിട്ട് സമ്മതിക്കണില്ല. ഓളെന്നെ തൊലിക്കാണ് കേട്ടോ. എത്ര സമയം വെച്ച് തൊലിക്കാണ് നോക്കാണ് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകൾ കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ ഉണ്ടാവും. മലകളും ഒക്കെ ആയിട്ട് നമ്മളെ നാട്ടിലിങ്ങനെ പോകുമ്പോൾ നിറച്ച് വീടുകളും മരങ്ങളൊക്കെ ആവും. ഇതിവിടെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് എത്തിയപ്പോൾ പിന്നെ ഹോട്ടലിൽ കയറിയിട്ടാണ്. ഹോട്ടലിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ. പഴയ കാറുകളൊക്കെ ആയിട്ട് ഇവിടെ മീനും ചോറും മാത്രം കിട്ടുള്ളൂ കേട്ടോ. ഈ സ്ഥലത്ത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്, നല്ല കാഴ്ചകൾ. ഒരുപാട് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിന് മുന്നേ ചെറുതായെന്ന്, എൻ്റെ മോള് ചെറുതായെന്ന് ഇവിടെ വന്നിരുന്നു കേട്ടോ, 1 വയസ്സായ കുട്ടിക്ക്. അപ്പം അങ്ങനെ അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഇതൊക്കെ കാണാനായിട്ട്. ഈ ഹോട്ടൽ പ്രത്യേക ഒരു കാഴ്ചകളാണ് കാണാനുള്ളത് കേട്ടോ. നല്ല നീറ്റായിട്ട് നല്ല മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഫുഡും രസമുണ്ട് കേട്ടോ. മീൻ പറഞ്ഞാൽ പല ഐറ്റം മീനുകളും. ഞങ്ങൾ വാങ്ങിയത് ചെമ്മീനും കറിയാണ്. ചെമ്മീൻ്റെ കറിയും ചോറുമാണ് കേട്ടോ കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു കറിയും ചോറും മാത്രം മതി ഇവിടുന്ന് കഴിക്കാൻ. അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത്. നല്ല 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 കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. വേറെ എവിടെയോ ചെന്ന പോലെയാണ് കേട്ടോ ഈ ഹോട്ടൽ വന്നാൽ. ഒരുപാട് സ്പേസും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലും ഒക്കെ ആയിട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിറച്ച് കടലാസ് ചെടികളൊക്കെ വെച്ച് നല്ലൊരു ഒരു കണ്ണിനൊരു കുളിർമേന കേട്ടോ ഈ ഇതിനുള്ളിലേക്ക് വന്നാൽ. പച്ചപ്പും ഒക്കെ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം പാർക്കിങ് കുറച്ച് ദൂരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഷാലു കൊണ്ടുവരാൻ വേണ്ടി പോയതാണ് വണ്ടി എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ
ആസ്വദിച്ചിങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് കാളക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മക്കൾക്ക് കാണിച്ചു കൊടുത്തു. നല്ല കൂറ്റൻ കാളകളും പിന്നെ പഴയ കാലത്തുള്ള വണ്ടികൾ, അംബാസിഡർ അങ്ങനത്തെ കാറുകൾ, പല ഐറ്റം കാറുകളും നിങ്ങൾ കണ്ടില്ലേ. പിന്നെ സ്കൂട്ടർ, ബൈക്ക്, അതും പഴയ കാലത്തുള്ള ബൈക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ നല്ല രസമാവില്ല, അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. കാണാൻ പറ്റിയ നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പല സാധനങ്ങളും കാണാനും ഉണ്ട്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ പോന്നു കേട്ടോ. എൻ്റെ മോളും പെല്ലമോളും കൂടി അടിപിടിയാണ് കേട്ടോ വണ്ടിയിലിരുന്ന് കണ്ട്. ഇടയ്ക്ക് ചായ കുടിക്കാൻ ഒന്ന് ഇറങ്ങി. പിന്നെ രാത്രിയായിട്ട് പിന്നെ വീട് എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മലപ്പുറത്ത് എത്തിക്കണം. മലപ്പുറത്ത് ഹോട്ടലിൽ കയറിയിട്ട് റോസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.